നക്ഷത്രവീതി എന്ന പരിപാടിയിൽ നിങ്ങൾക്കേവർക്കും വിഷുബല ചിന്തയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ മാസത്തിലെ നക്ഷത്ര പരിപാടിയിൽ പുതുവർഷ പുലരി, അതായത് വിഷു പ്രധാനപ്പെട്ടുകൊണ്ട് ഒരു വർഷക്കാലം ഗുണങ്ങളെങ്ങനെ ദോഷങ്ങളെങ്ങനെ എന്നതിനെക്കുറിച്ച് തന്നെയാണ് ആദ്യമായി കാണേണ്ടത്. അപ്പോൾ പൊതുവെ ഈ വർഷാരംഭം, അതായത് വിഷുബല ചിന്തയിൽ നമുക്ക് 3 വ്യായങ്ങളും കൂറുകളും അടിസ്ഥാനത്തിലാണ് വരിക. അങ്ങനെ വരുമ്പോൾ ഈ 27 നക്ഷത്രക്കാരെ 9 നക്ഷത്രക്കാരായിട്ട് ആദ്യകോണം, മധ്യകോണം, അന്ത്യകോണം എന്ന് കോണ് കണക്കിലാണ് വരിക. അതിൽ ഈ ഏപ്രിൽ 14-ാം തീയതി മുതൽ മെയ് 14-ാം തീയതി കൂടി വരുന്ന 30 ദിവസങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെ വരുന്ന 27 നക്ഷത്രക്കാർക്കും ഏകദേശ ഗുണങ്ങളെയും അതുപോലെ തന്നെ ഒരു വർഷക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഗുണഫലങ്ങളെയും കുറിച്ച് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ വിഷുബല ചിന്തയിൽ ശരിയായി പറയുകയാണെങ്കിൽ ഭൂമിക്ക് പടിഞ്ഞാറ് ദർശനമായി കാലപുരുഷൻ്റെ സഞ്ചാരത്തിൽ വടക്ക് ദിശയിൽ ദൃഷ്ടികൾ കാണുന്നതിനാലും അതുപോലെ തന്നെ ആണ്ടുവർഷം എന്ന് പറയുന്നത് ഒരു പറ കാണുന്നതിനാലും അതുപോലെ തന്നെ ഭൂമിക്ക് ആയവ്യായങ്ങളിൽ കാർഷികരംഗം വളരെ ദോഷങ്ങളില്ലാത്ത അവസ്ഥയും എന്നാൽ വന്യമൃഗജീവികളാൽ അപായങ്ങളും സങ്കടങ്ങളും വരുന്നതും അതുപോലെ തന്നെ ഭൂമിക്ക് ചലനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും 2 ദിശകളിലായി പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറും അതുപോലെ തന്നെ തെക്ക് കിഴക്കും ഭാഗങ്ങളിലെ ഭൂമി ചലനങ്ങളും അതുപോലെ തന്നെ ഭൂമിക്ക് ജലങ്ങളാൽ ചെറിയ പ്രളയദോഷങ്ങളും അതിനേക്കാൾ ഉപരിയായിട്ട് വരൾച്ച ദോഷങ്ങളും അതുപോലെ തന്നെ ജനങ്ങളിൽ കൂട്ടായ്മ ഇല്ലായ്മയും അതുപോലെ തന്നെ പ്രശ്ന ദുരിതദോഷങ്ങളും ആപത്തുകളും വാഹന ദുരിതങ്ങളും എടുത്തു പറയേണ്ട അവസരത്തിൽ ഒരു ചില ദുരിതദോഷങ്ങളിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വരവിനേക്കാൾ ചെലവ് വന്നുകൊണ്ട് പ്രയാസപ്പെടുന്ന രൂപങ്ങളിലും അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് വിജയിക്കുന്ന അവസ്ഥയും എന്നാൽ വിദ്യാലയങ്ങൾ തുടങ്ങിയതിൽ കലഹ രൂപങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും എങ്കിലും അത് വലിയ ഭവിഷ്യത്തില്ലാതെ തന്നെ സമാധാനപ്പെടുന്ന അവസരങ്ങളും ഒക്കെ തന്നെയാണ് പ്രധാനമായി കാണുക. അതുപോലെ തന്നെ രാജ്യഭരണം അല്ലെങ്കിൽ ഭരിക്കുന്നവർക്ക് മാനസിക പ്രയാസങ്ങളും ദുരിതങ്ങളും വരുന്നതും അന്യ രാജ്യങ്ങളിൽ നിന്ന് ആക്രമണ സ്വഭാവങ്ങൾ നേരിടേണ്ട അവസ്ഥയും അതുപോലെ തന്നെ ഭൂമിക്ക് ദോഷം പോലെ തന്നെ രാജ്യത്തിനും ജനങ്ങൾക്കും ചില പ്രയാസങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ട് ധനവ്യാധികളും ധനദുരിതങ്ങളും വരുന്നതും ക്രോധരൂപത്തിൽ വരുന്നതും അതുപോലെ തന്നെ ലഹരി ഉപയോഗം കൊണ്ട് അമിതമായ ദോഷങ്ങളും അതുപോലെ തന്നെ രക്തച്ചൊരിച്ചിലുകളും വരേണ്ട ചില അവസരത്തിൽ കൂടെ തന്നെയാണ് ഈ കലിയുഗ വർഷത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷുബല ചിന്തയിൽ അതായത് 2024 മേടമാസം 1-ാം തീയതി മുതൽ 30-ാം തീയതി കൂടി വരുന്ന ദിവസങ്ങളിൽ വിഷു സംക്രമ പുരുഷൻ്റെ സ്ഥാനങ്ങൾ കൊണ്ട് വരുന്ന ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതുപോലെ തന്നെ ഒരു ചില വ്യാധികളും കാണാവുന്നതാണ്. ഇങ്ങനെ വരുമ്പോൾ വിഷുബല ചിന്തയിൽ തന്നെ എടുത്തു പറയുമ്പോൾ തിരുവാതിര നക്ഷത്രത്തിൽ തുടങ്ങുന്ന 9 നക്ഷത്രക്കാർക്ക്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തം നക്ഷത്രം വരയ്ക്കും. തിരുവാതിര തൊട്ട് അത്തം നക്ഷത്രക്കാർ വരയ്ക്കും 9 നക്ഷത്രക്കാർക്ക് ഒരു ചില സങ്കടങ്ങളുണ്ടെങ്കിലും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ അപകട ദുരിതങ്ങൾ വരുമെങ്കിലും ദേഹദോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും അത് അതിജീവിക്കാൻ കഴിയുന്ന അവസരങ്ങളിൽ തന്നെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മനസമാധാനം കുറയുന്ന അവസരങ്ങൾ എങ്കിലും ധനകാര്യങ്ങളിൽ ചില സമാധാനം കിട്ടുന്ന സ്ഥിതിയും കർമ്മരംഗം പുരോഗതിയിൽപ്പെടുന്ന അവസരങ്ങളും തന്നെയാണ് കാണേണ്ടത്. ഇത് വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യ കൊണ്ട് നേട്ടങ്ങളുണ്ട് എങ്കിലും ചില സങ്കടദോഷങ്ങൾ എന്ന് ഉൾക്കൊള്ളുന്നത് യാത്രാവേളകൾ അതുപോലെ തന്നെ ഉപകരണങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ വേണം എന്നാണ് അതിൽ കൊണ്ട് കാണേണ്ടത്. അതുപോലെ തന്നെ തൊഴിൽ
ചെയ്യുന്ന സംരംഭങ്ങൾ വളർത്തുന്നവർക്കൊക്കെ നേട്ടങ്ങളുണ്ട് എങ്കിലും അതുകൊണ്ട് ചേരുന്ന ആപത്തുകളെ തടുക്കാനായിക്കൊണ്ടുള്ള പ്രാർത്ഥന രൂപത്തിൽ കടന്നു പോകേണ്ടതാണെന്ന് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ തിരുവാതിര, മകീരം, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം തുടങ്ങി 9 നക്ഷത്രക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രക്കാർക്ക്, അതായത് തിരുവാതിര, മകീരം, പുണർതം എന്നീ 3 നക്ഷത്രക്കാർക്ക് ദേഹദോഷങ്ങൾക്ക് അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങൾക്കും ഉതകുന്ന അവസരങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ കഴിയും വിധത്തിൽ ഇവരുടെ ജാതക ബലചിന്ത കൂടി കണ്ടുകൊണ്ട് ദശാകാലനാഥനായി വരുന്ന ദശാനാഥൻ്റെ ക്ഷേത്രങ്ങളിൽ പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഫലപ്രാപ്തിയിൽ എത്തിപ്പെടേണ്ടത് വളരെ അനിവാര്യമാണ്. ശനിയാണ് നടപ്പ് ദശയിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആപത്തുകളും അതുപോലെ തന്നെ ദുരിതങ്ങളും വരുന്നതും, അതുപോലെ തന്നെ കേതു ദശയിൽ വരുന്നതാണെങ്കിൽ കേതുവിനെ കൊണ്ട് വരുന്ന ദോഷങ്ങളും, ദശാനാഥനായി വരുന്നത് ഏതാണോ അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ തന്നെയാണ് എടുക്കുക. അപ്പോൾ ഇത് ഈ 9 നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഈ 3 നക്ഷത്രക്കാരുണ്ട്. അതുപോലെ തന്നെ അവസാനിക്കുന്ന 3 നക്ഷത്രക്കാർക്ക്. അങ്ങനെ വരുമ്പോൾ ഉത്രം, അത്തം ഈ 2 നക്ഷത്രക്കാരെ അതിൽ ചെറിയ മനപ്രയാസങ്ങളും അതുപോലെ തന്നെ ഭവനത്തിൽ വരുന്ന ചില സങ്കടങ്ങളും വേണ്ടപ്പെട്ടവർക്ക് വരുന്ന ചില ആപത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് കർമ്മരംഗ നേട്ടങ്ങളും അതുപോലെ തന്നെ ഒരു ഉപകർമ്മങ്ങൾ ചെയ്യേണ്ട അവസരങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഇങ്ങനെ ഒരു വർഷക്കാലം നീണ്ടുപോകുന്ന അവസരങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങളെ സമ്മിശ്രമായി കാണുന്നത് ഒരു അവസരങ്ങളാണെങ്കിലും ഇവരുടെ ദശാകാലങ്ങൾ കൂടി ചിന്തിച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അഭിവൃദ്ധിയും സമാധാനങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷു സന്തോഷ സമാധാനത്തിൻ്റെ നാളുകളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവർ മധ്യകോണിലാണ് വരിക. അങ്ങനെ മധ്യകോണിൽ വരുമ്പോൾ ഇവർക്ക് വളരെ പ്രയാസങ്ങളില്ലാതെ കണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളും അതുപോലെ തന്നെ പുതിയ കാര്യസാധ്യതകളും പുതിയ കർമ്മരംഗം കെട്ടിപ്പടുക്കുകയും പുതിയ വ്യവസായങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗങ്ങളിലെ ഉയർച്ചകൾ അല്ലെങ്കിൽ തൊഴിൽ സംരംഭങ്ങളിൽ ഉയർച്ചകൾ അതുപോലെ തന്നെ പുതിയ അവസ്ഥകളെ കെട്ടിപ്പടുക്കാനുള്ള സ്ഥിതി, ഭവനം, വാഹനം എന്നിവയെല്ലാം കെട്ടിപ്പടുക്കാനുള്ള ഒരു തുടക്കം കൂടെ കാണാവുന്നതാണ് ഈ വിഷുവര ചിന്തയിൽ പറയേണ്ടത്. ഇത് ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങളെ ഇതിലും തീർച്ചയായിട്ടും ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്തുകൊണ്ടെന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ ആദ്യത്തെ 3 ദശാകാലങ്ങൾ കഴിഞ്ഞുകൊണ്ട് വരുന്ന കാലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് നടപ്പിലാവുന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജാതകഫലം തന്നെയാണ് വേണ്ടത്. ഗർഭശിഷ്ടം കിട്ടിക്കൊണ്ട് ശേഷം വരുന്ന ദശകളും അതിൽ വരുന്ന ദോഷങ്ങളൊക്കെ കണക്കിലായിക്കൊണ്ടാണ് പറയേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു ഏകദേശ രൂപത്തിൽ ഈ വരുന്ന മധ്യകോണിൽ വരുന്ന ഈ 9 നക്ഷത്രക്കാരെ കുറിച്ച് കൊണ്ട് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിഷുവര ചിന്തയിൽ എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് വരുന്ന 9 നക്ഷത്രക്കാർ ഇങ്ങനെ 3 ഭാഗങ്ങളാണ്. 27 നക്ഷത്രക്കാർക്ക് പിന്നീട് വരുന്ന 9 നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ചെറിയ ദേഹദോഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് ചെറിയ നേട്ടങ്ങൾ തന്നെയാണ് കാണേണ്ടത്. ചെറിയ ചെറിയ ദേഹദോഷങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളുടെ ശത്രുദോഷങ്ങൾ അനുഭവിക്കേണ്ട സ്ഥിതികൾ വരിക, നേതൃത്വ നിരയിൽ നിൽക്കുന്നവർ മാറിപ്പെടുന്ന ചില അവസരങ്ങൾ വരിക, കൂടെ നിൽക്കുന്നവരിൽ നിന്നും വിശ്വാസവഞ്ചനങ്ങൾ ഏർപ്പെടുക, അങ്ങനെയൊക്കെ ഉണ്ടാവാവുന്ന ഒരു സ്ഥിതിയിലാണ് കാണേണ്ടത്. അപ്പോൾ ഈ 9 നക്ഷത്രക്കാരിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന 7 നക്ഷത്രക്കാർക്ക് താരതമ്യേന ഈ ഫലങ്ങൾ അനുഭവിച്ച് തന്നെ ആവണമെന്നാണ് പറയുക. അപ്പോൾ അവർ ശ്രദ്ധാപൂർവം ദോഷകാഠിന്യങ്ങൾ കണ്ടുകൊണ്ട് ഈ ദോഷകാഠിന്യത്തിൻ്റെ വഴിപാട് കർമ്മ ക്ഷേത്രത്തിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് ഈ 2024 പുതുവർഷത്തിൽ വരുന്ന വിഷുബല ചിന്തയിൽ സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണേണ്ടത്. ഇത്തരത്തിൽ വിഷുബല ചിന്തയിൽ കാണുമ്പോൾ ഈ മാസത്തിലെ
അല്ലെങ്കിൽ മേടമാസത്തിൽ വിഷുബലം കൊണ്ട് വരുന്ന ചില ഗുണങ്ങളാണ് ദോഷങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മേടൻ രാശിയിൽ കൊണ്ടുവരുന്ന 12 കൂറുകളിലായിട്ട് വരുന്ന 27 നക്ഷത്രക്കാർക്ക് വരുന്ന പല ചിന്തയിൽ തത്സമയം സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഗുണങ്ങളിൽ എടുത്തു പറയുകയാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ് മേടമാസം. അതുപോലെ തന്നെ സൂക്ഷിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോയില്ലെങ്കിൽ ധനനഷ്ടങ്ങളും അതുപോലെ തന്നെ വിശ്വസിക്കപ്പെടുന്നവരിൽ നിന്ന് ചില സങ്കടങ്ങൾ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാമെന്ന് പറയാം. എങ്കിലും മേടമാസത്തിന് ശേഷം ചില നേട്ടങ്ങളുണ്ട് താനും. ഇത് ഒരു വർഷക്കാലത്തെ പരചിന്തയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ചില വിരോധികളും ഉണ്ടാവാമെന്ന് പറയാം. വിരോധികളുണ്ടാവും, അത് വേണ്ടപ്പെട്ടവർ തന്നെയാവും, അവരെ കൊണ്ടുവരുന്ന ശത്രുദോഷങ്ങളുണ്ടാവാം, ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഇതിനെ പ്രതിവിധികളായി കാണേണ്ടത് ശരിക്കും ഗ്രഹങ്ങളുടെ ചിന്തയിൽ കാണുന്നത് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഒരു മാറ്റം തന്നെയുണ്ട്. അത് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് വ്യാഴമാറ്റം, അത് ഇടവൻ രാശിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇതുകൊണ്ടൊരു നേട്ടങ്ങളുണ്ട്. അതായത് വ്യാഴമാറ്റം കൊണ്ട് നേട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർക്കപ്പോൾ വ്യാഴം 2-ലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് ലാഭാഭിവൃദ്ധി തന്നെയാണ്. വ്യാഴം അനുകൂലത്തിലാണ്. പിന്നീട് ഇവർക്ക് വരുന്ന മറ്റുള്ള ഗ്രഹങ്ങളെ അനുബന്ധിച്ച് പറയുമ്പോൾ കുടുംബജീവിതം, സമാധാനം, സന്തോഷം എന്നിവയൊക്കെ തന്നെ കാണേണ്ടത്. എന്നാൽ ഇവരുടെ അധിപനായി വരുന്ന ചൊവ്വ അത് മൗഢ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാട് കഴിച്ചുകൊണ്ട് ശത്രുദോഷങ്ങളെ അതിജീവിക്കാനായിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ ദേഹ ശത്രു മുട്ടുകൾ കൂടി തീർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ഇടവൻ രാശിയാണ്. ഇടവൻ രാശിയിൽ കാർത്തിക മുക്കാഭാഗം, രോഹിണി, മകീരത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ചില സങ്കടങ്ങളൊക്കെ തന്നെയാണ്. ദേഹദോഷങ്ങൾ, ഉഷ്ണാധിക്യ ദോഷങ്ങൾ, ഉഷ്ണം കൊണ്ട് വരുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ അസ്ഥികൾക്ക് വരുന്ന ദോഷങ്ങളൊക്കെ എടുത്തു പറയേണ്ട ചില ദോഷങ്ങളാണ്. ഇതിനെ അതിജീവിക്കാനായിക്കൊണ്ട് തന്നെ ഇവരുടെ ദശാനാഥനായി വരുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് ദുരിതദോഷങ്ങൾ ഇല്ലാതെ കണ്ടിരിക്കാനായിക്കൊണ്ടും ശിവക്ഷേത്രത്തിലെ മനസമാധാനത്തിനായിക്കൊണ്ട് ധാര വഴിപാട് കഴിക്കുന്നതും അതുപോലെ തന്നെ ആയുർദോഷങ്ങൾക്ക്, ദേഹദോഷങ്ങളെ അതിജീവിക്കാനായിക്കൊണ്ട് കടാവളക്കും അതുപോലെ തന്നെ നിവേദ്യവും സമർപ്പിക്കാം ദേവന്. ഇത് ഒരു പരിധി വരെ സമാധാനം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനവും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇവർക്ക് മനസ്സന്തോഷം ഉണ്ടാവുമെന്ന് കാണേണ്ടതാണ്. മിഥുനം രാശി. ഇതിൽ മകീരത്തിൻ്റെ അരഭാഗം തിരുവാതിര, പുണർത്തത്തിൻ്റെ മുക്കാഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബല ചിന്തയിൽ പറഞ്ഞതുപോലെ തന്നെ നേതൃത്വഭാവത്തു നിന്നൊക്കെ മാറ്റങ്ങൾ വരേണ്ട അവസരങ്ങളും നേതൃത്വ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രയാസങ്ങളും അതുപോലെ തന്നെ മാനഹാനികളോ തർക്കങ്ങളോ സംഭവിക്കേണ്ട സ്ഥിതിയും കൂടെ കാണേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയങ്ങളായാലും അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നവരായാലും തീർച്ചയായിട്ടും ഇവർക്ക് ചില മനപ്രയാസങ്ങൾ കൂടി സംഭവിക്കാമെന്ന് പറയാം. അതിൻ്റെ കാരണങ്ങളായി വരുന്നത് ഒപ്പം നിൽക്കുന്നവരിൽ നിന്നായിട്ടാണ് കാണേണ്ടത്. ഇത് സമയദോഷം തന്നെയാണ് ഇതിന് പ്രാധാന്യമായി കൊടുക്കേണ്ടത്. ഇവരുടെ 7-ാം ഭാവം അത് ധനുരാശിയാണ്. അതുപോലെ തന്നെ ഇവരുടെ 2-ാം ഭാവം കർക്കിടക രാശിയാണ്. അപ്പോൾ ഇവർക്ക് മാനസികമായി പ്രയാസങ്ങൾ വരും. 3-ാം ഭാവം എന്ന് പറയുന്നത് ചിങ്ങ രാശിയിലധിപൻ സൂര്യനാണ്. ഇതിൻ്റെയൊക്കെ ചില സഞ്ചാരങ്ങൾ മൂലം ചില സങ്കടങ്ങൾ വരിക തന്നെ ചെയ്യണം. അത് മൗഢ്യ രൂപത്തിൽ വരുന്നതും അതുപോലെ തന്നെ ദശാനാഥനായി വരുന്നതിൻ്റെ കാരണങ്ങൾ കൂടി അപഹാരദോഷങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ച് ദുരിതങ്ങളും ദോഷങ്ങളും സമാധാനം കിട്ടാത്ത അവസരങ്ങളും അത് കുടുംബത്തിലാണെങ്കിലും അതുപോലെ തന്നെ പുറത്താണെങ്കിലും മനപ്രയാസങ്ങൾ കൂടി വരുന്ന അവസരങ്ങളും വ്യായം അല്ലെങ്കിൽ വരുമാനത്തിനേക്കാൾ ചെലവ് വരേണ്ട അവസരങ്ങളൊക്കെ തന്നെയാണ് കാണേണ്ടത്. അങ്ങനെ കാണുമ്പോൾ ഇവർക്ക് മാനസികമായ ദുരിതങ്ങൾ തന്നെയാണ് കാണുക, അതിനേക്കാൾ ഉപരി ദേഹദോഷങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ ക്ഷേത്ര വഴിപാട് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവർക്ക് ഏതാണോ സങ്കടദോഷത്തിൽ വരുന്നത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് കൊടുക്കൽ വാങ്ങൽ സംബന്ധിച്ച് തർക്കങ്ങളും ദോഷങ്ങളും വരണം. അതുപോലെ തന്നെ അത് ചില ദുരിതങ്ങളായിട്ടാണ് കാണുക. അതുപോലെ തന്നെ
ധനനേട്ടത്തിനായി ചെയ്യുന്ന ലോണുകൾ അതുപോലെയൊക്കെ അതൊക്കെ ചില പ്രയാസങ്ങൾ നേരിടുന്ന പറയും. അതിൽ നിൽക്കുന്നവരെ ഒക്കെ ചില സങ്കടങ്ങളാണ് വരിക. അതുകൊണ്ട് തന്നെ ഇവർ ധന ദുരിതദോഷങ്ങൾ തീരാനായിട്ട് ശനിക്കാണ് ഒരു വഴിപാടിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. ശനീശ്വരന് കഴിയും വഴിപാടിൽ ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടതും ഒരട വഴിപാടായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നെയ്വിളക്ക് കഴിക്കുക ദേവന്. അപ്പോൾ നിവേദ്യവും അലങ്കാരങ്ങൾ പോലെ തന്നെ മാല. അപ്പോൾ നെയ്വിളക്ക് അല്ലെങ്കിൽ എണ്ണവിളക്ക് അതുപോലെ തന്നെ അട വഴിപാട്. ഇത് ശാസ്താവിന് കഴിച്ചാലും മതി. ഇങ്ങനെ വഴിപാട് കഴിച്ചുകൊണ്ട് ഒരു നീരാഞ്ജനം കൂടി കഴിക്കുക അല്ലെങ്കിൽ എള്ളുതിരി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ശനീശ്വര പ്രീതി നേടുമ്പോൾ ഈ ധനവ്യാധികളും ദേഹവ്യാധികളൊക്കെ ഒരു പരിധിവരെ സമാധാനം കിട്ടി മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. അത് പ്രത്യേകിച്ചും ഇവരുടെ ജാതകങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ദശാകാലങ്ങളും അപഹാരദോഷങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇനിയും ക്ഷേത്രങ്ങളിൽ വഴിപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് മുക്തി കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. പിന്നീട് വരുന്നത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ പുണർത്തത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രക്കാർ കണ്ടത്. ഇവരൊക്കെ സംബന്ധിച്ച് കർക്കിടക രാശിയിൽ വരുന്നവർക്ക് മനസ്സമാധാനം കുറയുന്ന അവസരങ്ങളും കുടുംബത്തിൽ സംബന്ധിച്ച് തന്നെ തർക്കങ്ങളും ദോഷങ്ങളും വരുന്നതും ഭവനത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കേണ്ട അവസരങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയും. അല്ലെങ്കിൽ ഭവനം വിട്ട് താൽക്കാലികമായിട്ടൊരു ഭവനങ്ങളോ അല്ലെങ്കിൽ സ്ഥിരമായ ഭവനത്തിലോ മാറി സഞ്ചരിക്കേണ്ട അവസരങ്ങളാണ് കാണേണ്ടത്. അപ്പോൾ അത് നല്ല അവസരത്തിലായിരിക്കില്ലല്ലോ. ഒരു കലഹത്തോടെയല്ലേ ഭവനം വിട്ട് മാറേണ്ട സ്ഥിതികളൊക്കെ വരിക. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ സമാധാനം കുറയുന്ന അവസരങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ കർക്കിടക രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ പുണർത്തത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രങ്ങളുള്ളത്. ഇതിൽ ഇവർ തൊഴിൽ സംബന്ധിച്ചും തർക്കങ്ങളും ദോഷങ്ങളും വരാമെന്ന് പറയും. എന്നാൽ സമ്പൂർണ്ണമായി എല്ലാ സമാധാനത്തിലെത്തിപ്പെടാനും ഇവർക്ക് ഏറ്റവും നല്ലത് നരസിംഹഭാവത്തിൽ വരുന്ന വിഷ്ണു ക്ഷേത്രം തന്നെയാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ നരസിംഹഭാവം അത് പാൽപ്പായസവും തുളസിമാലയും നെയ്വിളക്കും സമർപ്പിച്ചുകൊണ്ട് ഈ ശത്രുദോഷങ്ങളെ അതിജീവിക്കാനായിട്ട് പാനകം വഴിപാട് കൂടി കഴിക്കുക. അത് 30 വ്യാഴാഴ്ച ചെയ്യുകയാണെങ്കിൽ ഉത്തമമാണ്. ഏത് ദിനങ്ങളാണെങ്കിലും പാനകം വഴിപാട് അധികം വ്യാഴാഴ്ചയാണ് കഴിക്കുക. അത് കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ കഠിന ദോഷങ്ങൾക്കൊക്കെ മാറിക്കൊണ്ട് പൂർണ്ണമായ ഐശ്വര്യ അഭിവൃദ്ധി സന്തോഷവും കിട്ടുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് കർക്കിടക രാശിയെ കുറിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ മേടമാസത്തെ കുറിച്ചുകൊണ്ടുള്ള വലചിന്തയിലാണ് കാണേണ്ടത്. പിന്നെ ചിങ്ങരാശിയിൽ മകം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന 2 ഭാഗം നക്ഷത്രക്കാർക്കാണ്. ഇവർക്ക് നേതൃത്വ നിരയിൽ എത്തിപ്പെടാൻ കഴിയുന്ന പറയാം. അതായത് നേതൃത്വ നിരയിൽ എത്തിപ്പെടാൻ കഴിയും. ഇവർക്ക് സമാധാനങ്ങൾ കിട്ടും. എങ്കിലും ഇവർ പിന്നിൽ നിന്ന് കുത്തുന്ന അവസരങ്ങളും ഭവനത്തിൽ സമാധാനം കിട്ടാത്ത അവസരങ്ങളും ഒക്കെ ഉണ്ടാവാമെന്ന് പറയുക. എങ്കിലും എടുക്കുന്ന തൊഴിലിന് അല്ലെങ്കിൽ അതിൻ്റേതായ വേണ്ട അഭിവൃദ്ധികളുണ്ടാവും. അതുപോലെ തന്നെ ധനനേട്ടങ്ങളുണ്ടാവും, ഐശ്വര്യ അഭിവൃദ്ധികളുണ്ടാവും. തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ തൊഴിൽ കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗത്തിൽ ഉയർച്ചകളുണ്ടാവും, പ്രമോഷൻ എന്നിവ ഉണ്ടാകും. വിദ്യാർത്ഥികളാണെങ്കിൽ മനസമാധാനത്തോടെ വിജയിക്കേണ്ട അവസരങ്ങൾ തന്നെയാണ് ഈ ചിങ്ങൻ രാശിക്കാരെ കുറിച്ച് കൊണ്ട് കാണേണ്ടത്. എങ്കിലും ഇവർക്ക് ഇതുകൊണ്ട് ദേഹദോഷങ്ങൾ കൂടി വരാമെന്ന് പറയും. അതായത് ഉഷ്ണാധിക്യ ദോഷങ്ങൾ, ചൂടുകൊണ്ട് വരുന്ന ദോഷങ്ങളൊക്കെ. അപ്പോൾ ഇതിന് സൂര്യൻ എന്ന ഗ്രഹത്തിനാണ് വഴിപാട്. അത് അങ്ങനെ ഒരു ഗ്രഹത്തിനായിട്ടുള്ള ക്ഷേത്രങ്ങളില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശിവക്ഷേത്രം തന്നെയാണ് അതിന് ഉത്തമം. അങ്ങനെ വരുമ്പോൾ ശിവക്ഷേത്രത്തിൽ മനസമാധാനത്തിനായിക്കൊണ്ട് ജലധാരയും അതുപോലെ തന്നെ കടവിളക്കും അതുപോലെ തന്നെ കൂവള മാല അലങ്കാരത്തിനായിട്ട് ദേവന് ചാർത്തുമ്പോൾ ഈ ദേഹദോഷങ്ങളുടെ കാഠിന്യം കുറയുന്ന പറയാം. അപ്പോൾ അതുപോലെ തന്നെ നിവേദ്യവും സമർപ്പിക്കുക. തീർച്ചയായിട്ടും ഈ വഴിപാട് കൊണ്ട് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്ന ദുരിതങ്ങളും ദോഷങ്ങളും തീർക്കാനായിട്ട് ഈ വഴിപാടിന് കഴിയും എന്നാണ് പറയുക. ഇവരും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ വളരെ നല്ലതാണ്. അത് ശിവക്ഷേത്രത്തിൽ ഇവരെ സംബന്ധിച്ച് വരുന്ന ദോഷങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന പറയുക. എങ്കിലും ഇവർ നേതൃത്വ നിലയിൽ എത്തിപ്പെടുമ്പോൾ അതിന് കൂടെ നിൽക്കുന്നവർക്ക് ഒരു പങ്കുണ്ടെങ്കിലും അതിനെ കണക്ക് ചോദിക്കേണ്ട അവസരങ്ങളൊക്കെ വരുന്ന പറയും. അതുകൊണ്ട് തന്നെ ഈ വഴിപാട് ശത്രുദോഷത്തെ തടുക്കാൻ കഴിയുന്ന ഒരു വഴിപാട് കൂടിയാണ്. തീർച്ചയായിട്ടും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് കന്നിരാശിയാണ്, അതായത് കന്നിക്കൂറ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രം അത്തം ചിത്ര അരഭാഗം ചേർന്ന് വരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ച്
നല്ല അവസരം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അവസരങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും വിജയം തന്നെയാണ് വരിക. എങ്കിലും ഇവർക്ക് ദൃഷ്ടി ദോഷങ്ങൾ അതുപോലെ തന്നെ പ്രാക്ക് ദോഷങ്ങളൊക്കെ സംഭവിക്കാമെന്ന് പറയുക. അതായത് ഇവർ അലങ്കാര ഭാവത്തോടെയും അന്തസ്സോടെയും നടക്കുന്നതും ഇഷ്ടപ്പെടാത്തവർ ഒപ്പം ഉണ്ടാവാമെന്ന് പറയുക. എന്നാൽ അത് പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും ഉള്ളിൽ അതിൻ്റെ വിദ്വേഷങ്ങൾ കാണുന്ന പറയുക. ഇത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അനുഭവിക്കേണ്ട ചില അവസരങ്ങളാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന തൊഴിൽ അഭിവൃദ്ധി ഐശ്വര്യങ്ങൾ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ വിജയത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ട അവസരങ്ങൾ തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇവർക്ക് ഒരു വർഷക്കാലം വളരെ ദോഷങ്ങളൊന്നുമില്ല. എങ്കിലും കുടുംബത്തിൽപ്പെട്ടവർക്ക് മനപ്രയാസങ്ങളോ സങ്കടങ്ങളോ ദോഷങ്ങളൊക്കെ സംഭവിക്കാമെന്ന് പറയും. അതുകൊണ്ട് ചെറിയൊരു മനോവേദനകളുണ്ടാവും. എങ്കിലും ഇവർ ചെയ്യുന്ന ജോലികളിലെ ഉയർച്ചകളും സമാധാനങ്ങളും ഒക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. കൂട്ട് ബിസിനസ് ആണെങ്കിൽ അതിൽ ഇവരുടെ ഭാഗം കൊണ്ട് വൻ വിജയങ്ങളായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇതുകൊണ്ട് വരുന്നത് ദൃഷ്ടി ശത്രു പ്രാക്ക് ദോഷങ്ങളാണ്. ഇതിനെ അതിജീവിക്കാനായിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ മറികടക്കാനായിക്കൊണ്ട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിലെ ഗുരുതി പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ ശത്രു ദേഹ കർമ്മ മുട്ടുകളൊക്കെ തീർത്ത് ഇവരുടെ പേരിൽ ഈ ഗുരുതി പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണുന്നത്. അടുത്തതായിട്ട് തുലാക്കൂറാണ് അല്ലെങ്കിൽ തുലാം രാശി. തുലാം രാശിയിൽ ചിത്രയുടെ അരഭാഗം ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു അവസരം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധിയും ഐശ്വര്യവും അതുപോലെ തന്നെ പുതിയ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സ്ഥിതിയും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ജോലികളോ അല്ലെങ്കിൽ തൊഴിലുകളോ ചെയ്തുകൊണ്ട് ധനവരവിനായിട്ട് കാണുന്ന അവസരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ ചെയ്തുകൊണ്ട് ധനവരവുകളൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് വിരോധികളും ഉണ്ടാവുമല്ലോ. ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഒരുപാട് വിരോധികൾ ഉണ്ടാവുക. അത് ഇവരെ അറിയുന്നവർക്ക് ഈ വിരോധങ്ങൾ ഉണ്ടാവുള്ളൂ. ഇന്നലത്തെ പോലെ അല്ലല്ലോ, ഇന്നിവൻ ഒരുപാട് ഉയരങ്ങളിലാണല്ലോ, എനിക്ക് പറ്റാത്തതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോഴുള്ള വിരോധങ്ങളും ദോഷങ്ങളും ഉണ്ടാവുക, അസൂയയൊക്കെ. അപ്പോൾ ഇവർക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രാക്ക്, ദൃഷ്ടി പ്രാക്ക്, അതുപോലെ തന്നെ ദൃഷ്ടി വെച്ചാൽ കണ്ണാണ്, പ്രാക്ക് എന്ന് പറയുന്നത് നാവ് കൊണ്ട് പറയുന്നതാണ്. ഇത് ഒക്കെ ചില അവസരങ്ങൾ അതായത് ദേഹദോഷങ്ങൾ ഒക്കെ ഉണ്ടാവാമെന്ന് പറയാം. അതിനെ അതിജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും ഇവർ ഹനുമാൻ സ്വാമിക്ക് കുഴച്ചാവിൽ നിവേദ്യമായിക്കൊണ്ടും അതുപോലെ തന്നെ വെറ്റിലമാല അലങ്കാരമായിക്കൊണ്ടും നെയ്വിളക്കും സമർപ്പിക്കുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇതിൽ ദേഹപുഷ്പാഞ്ജലിയും കഴിക്കുമ്പോൾ ഈ ശത്രുദോഷത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. നല്ലതാണെങ്കിലും ശത്രുദോഷമാണ്, ഏറ്റവും താഴത്തെ തട്ടിലാണെങ്കിലും ശത്രുദോഷങ്ങളാണ്. അപ്പോൾ ഒന്ന് ഗ്രഹങ്ങളിലെ ആണെങ്കിൽ ഒന്ന് കൂടെ നിൽക്കുന്നവരുടെ അല്ലെങ്കിൽ അറിയപ്പെടുന്നവരുടെ ശത്രുഭാഗമാണ്. ഇവിടെ ഇവർക്ക് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇവരെ അറിയുന്നവരിൽ നിന്നുള്ള ദൃഷ്ടി പ്രാക്ക് ദോഷങ്ങളാണ് വരിക. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള വഴിപാട് ഒരു പരിധിവരെ ഇവർക്ക് ഉപകാരപ്രദമാവും എന്നാണ് കാണേണ്ടത്. അങ്ങനെ ഈ മേടമാസത്തിലും അതുപോലെ തന്നെ പൊതുവെ ഈ വിഷുവരത്തിലൊക്കെ ഇവർക്ക് നേട്ടങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അവിചാരിതമായ ധനനേട്ടങ്ങളും അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വസ്തുവകകൾ വാങ്ങാൻ കഴിയുന്നതും അതുപോലെ തന്നെ വാഹന കാര്യങ്ങളിൽ നേട്ടങ്ങളൊക്കെയാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ ജാതകങ്ങളിൽ ഈ നടപ്പ് ദശയ്ക്ക് എന്തെങ്കിലും അപകാര ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വിപരീതമായിട്ട് അനുഭവിക്കുകയാണെങ്കിൽ അത് ചരരാശി കൊണ്ട് പറയുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിന് അടിസ്ഥാനമില്ല എന്ന് കാണേണ്ട. അത് അവരുടെ ജാതകം കൂടെ പരിശോധിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിവിധി കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാവേണ്ടത്. വൃശ്ചിക രാശി അല്ലെങ്കിൽ വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിയിൽ വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഇങ്ങനെയാണ് 2 ഭാഗം നക്ഷത്രം. ഈ വൃശ്ചികക്കൂറിൽ പൊതുവെ ഇവർക്ക് ഇവരുടെ അധിപനായി വരുന്ന ചൊവ്വയ്ക്ക് ശനിയോട് ചേർന്നുകൊണ്ട് വരുന്നത് കുറച്ച് ദിനങ്ങൾ മോശങ്ങളാണെങ്കിലും അതിന് ശേഷം വരുന്ന മീനം മേടം രാശികളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും ഇവരുടെ ഏറ്റവും ദുരിതപ്പെടുന്ന അവസരങ്ങൾ ശനി കുംഭരാശി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടക ശനിയായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങളും അതുപോലെ തന്നെ ചില സ്ഥാന നഷ്ടങ്ങളും ഉണ്ടാവാമെന്ന് പറയാം. സ്ഥാനനഷ്ടങ്ങൾ പറഞ്ഞാൽ ഇരിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ വ്യാപാരങ്ങളാണെങ്കിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിൽ ലാഭങ്ങളില്ലാത്ത അവസരം വരിക, മാനസികമായി പ്രയാസങ്ങളും അനുഭവിക്കുക എന്ന് പറയാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ
നഷ്ടപ്പെടുന്ന അവസരങ്ങളും വരിക എന്ന് പറയാം. ഇതൊക്കെ ഇവർക്ക് വരുന്നതാണ്. അപ്പോൾ ഇവർ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ വൃശ്ചിക രാശിയുടെ അധിപനായി വരുന്നത് ചൊവ്വ തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും തട്ടകത്തിൽ ഭഗവതിക്ക് ഭഗവത് സേവ വഴിപാടും അതുപോലെ തന്നെ പിന്നീട് ഭദ്രകാളി പോലുള്ള ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലിയും ദേഹ ശത്രു പ്രാക്ക് കർമ്മ മുട്ടുകളൊക്കെ തീർത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പരിധിവരെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. എങ്കിലും ഇവിടെ ജാതക പരിശോധനയിൽ തന്നെയാണ് ഗണ്യമായി നടപ്പ് ദേശാകാലങ്ങൾ കൂടെ കണ്ട ശേഷമാണ് ഇതിനെ അവസാന വാക്കെന്ന് പറയാനാവും. അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങൾ കൂടെ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് വിഷുബല ചിന്തയിലും അതുപോലെ തന്നെ മേടമാസ ബലചിന്തയിലും കാണേണ്ടത്. ധനിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം കൂടി വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാരാണ്. ഇവർക്ക് ആഗ്രഹങ്ങൾ വലുതാണെങ്കിലും അത് ചിലപ്പോൾ സമാധാനപൂർവ്വം നടപ്പിലാവാൻ കഴിയില്ല എന്നാണ് പറയാം. അത് എന്തുകൊണ്ടെന്നാൽ ഇവർക്കിപ്പോൾ വ്യാഴത്തിൻ്റെ സഞ്ചാരങ്ങൾ തീർച്ചയായിട്ടും 6ലേക്ക് മാറുന്നുണ്ട്, 5ൽ മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് വരുന്ന ചില കഠിന ദോഷങ്ങൾ, അതുപോലെ തന്നെ 4ൽ ഇവർക്ക് രാഹു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില ദോഷങ്ങൾ, അപ്പോൾ ഭവനത്തിൽ സമാധാനം കിട്ടാത്ത അവസരങ്ങളും അതുപോലെ തന്നെ അറിയാതെ വരുന്ന ശത്രുദോഷങ്ങളും വിരോധികൾ ഉണ്ടാവുക എന്നൊക്കെ പറയാം. വിരോധികൾ എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ടവർ തന്നെ വിരോധികളാവുന്ന അവസരങ്ങൾ വരിക, മാനസികമായി പ്രയാസങ്ങൾ വരിക, ഇതൊക്കെ തന്നെയാണ് കാണേണ്ടത്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്താലും നല്ലതാണെന്ന് തോന്നിക്കുമെങ്കിലും അത് വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കോ അത് നല്ലതല്ല തോന്നിച്ചുകൊണ്ട് അവരുടെ പ്രാക്കും പരിഭവവും വാക്കുകളൊക്കെ കേൾക്കേണ്ട അവസരങ്ങൾ വരിക. അതുപോലെ തന്നെ സന്താനങ്ങളെക്കുറിച്ചുകൊണ്ട് മനോവേദനപ്പെടുക, ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ തർക്ക ശത്രുദോഷങ്ങൾ വരിക, അല്ലെങ്കിൽ മുതലിന് വേണ്ടി തർക്കദോഷങ്ങൾ വരിക, ഇതൊക്കെ സംഭവിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് പറയാം. എങ്കിലും പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുബല ചിന്തയിൽ പറയുമ്പോൾ ചില നേട്ടങ്ങളുണ്ട് താനും. അത് ഇവരുടേതായ ജാതക പരിശോധനകൾ പൂർത്തിയാക്കുമ്പോഴേ ഇത് ശരിയായ രൂപത്തിൽ എത്തിപ്പെടാൻ കഴിയുള്ളൂ. എങ്കിലും ചരരാശി പ്രകാരം ഇവർക്ക് പൂർണ്ണമായ സമാധാനങ്ങളില്ലാത്തൊരു സ്ഥിതിയിലാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശുക്രഭാവത്തിൽ ജനിച്ചത് കൊണ്ടും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും എല്ലാ ആപത്തുകളെയും നീക്കി ശനിയെയും അതുപോലെ തന്നെ രാഹുവിൻ്റെയും സർവ്വദോഷങ്ങളെയും നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഹനുമാൻ സ്വാമി ആയതുകൊണ്ട് ഹനുമാൻ സ്വാമിക്ക് തന്നെ വഴിപാട് കഴിക്കുന്നതാണ് ഉത്തമമായി കണ്ടത്. അപ്പോൾ കുഴച്ചാവിലെ നിവേദ്യമായിക്കൊണ്ടും അതുപോലെ തന്നെ നെയ്വിളക്ക് അതുപോലെ തന്നെ വെറ്റിലമാല അലങ്കാരമായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഇവിടെയും ഒരു ദേഹപുഷ്പാഞ്ജലി കഴിക്കുകയും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം അനുകൂലത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ശത്രുദോഷത്തിൽ നീങ്ങുന്ന അവസരങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്രത്തിലെ പാൽപ്പായസം തുളസിമാല നെയ്വിളക്ക് വഴിപാട് കൂടി കഴിച്ചുകൊണ്ട് ഇവിടെയും ദേഹപുഷ്പാഞ്ജലി കഴിക്കുക. തീർച്ചയായിട്ടും ഈ 2 വഴിപാട് കൊണ്ട് തന്നെ ഇവർക്ക് ഈ ദോഷങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. എങ്കിലും ഇവർക്ക് വാക്കുകൾ അനാവശ്യമായി വരാതെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക, അത് ഇവരെ സംബന്ധിച്ച് ഒരു പരിധിവരെ മുൻദേഷ്യം അല്ലെങ്കിൽ മുൻചൂണ്ടി ഇല്ലാത്ത അവസരത്തിൽ സമാധാനപൂർവ്വം പെരുമാറുക, ദേഷ്യം വരുന്ന അവസരങ്ങളിലും നാമജപത്തോടുകൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതല്ല ഇവർക്ക് ചില ഉൾബുദ്ധിയോടെ തോന്നിക്കുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങളെ ഉണ്ടാവൂ എന്നാണ് കാണേണ്ടത്. പൊതുവേ ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം സമ്മിശ്രമായിട്ടാണ് കാണേണ്ടത്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിൻ്റെ 3/4 ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ അരഭാഗം ചേർന്ന് വരുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് കുംഭത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയെ കൊണ്ട് കാണുമ്പോൾ 7.5 ശനി ദോഷത്തിലാണ് കാണേണ്ടത്. പിന്നീട് മകരം രാശിയുടെ അധിപനായി വരുന്നത് മൗഢ്യ സഞ്ചാരങ്ങളും അതുപോലെ തന്നെ ദുരിതദോഷങ്ങളും അതൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ഉഷ്ണദോഷങ്ങൾ, അസ്ഥി കൊണ്ടുവരുന്ന ദോഷങ്ങൾ, അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങൾ, കുടുംബത്തിൽ സമാധാനം കുറയുന്ന അവസരങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായി കാണേണ്ടത്. ഇതിൽ ഒരു ചില നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഒരു ചില ഈ കൂടുതൽ വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ അല്ലാതെ ചില നേട്ടങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ നടപ്പ് ദശാകാലത്തിൻ്റെ അനുകൂല സമയമായിട്ടാണ് കാണേണ്ടത്. എങ്കിലും പൊതുവെ ഇവർക്ക് ചില പ്രയാസങ്ങളും ദുരിതങ്ങളും തർക്കങ്ങളും വരേണ്ട അവസരത്തിലാണ് കാണേണ്ടത്. വ്യവഹാരങ്ങൾ, കോടതി കേസ് ഒക്കെ മനപ്രയാസങ്ങൾ വരുത്തുന്ന ഒരു സ്ഥിതിയിലാണ് കടന്നു പോകുന്നതെന്നാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെ
തീർച്ചയായിട്ടും പരിപൂർണ്ണ സമാധാനത്തിൽ എത്തിപ്പെടാനും സർവ്വദോഷങ്ങൾക്കും അധിപനായി വരുന്ന 9 ഗ്രഹങ്ങൾക്കായി വരുന്ന നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജാ കർമ്മങ്ങൾ കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 7 ശനിയും അതുപോലെ തന്നെ തർക്ക തടസ്സ ദോഷങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. 3-ൽ വരുന്ന രാഹു, അതുപോലെ തന്നെ 5-ൽ വ്യാഴം അനുകൂലത്തിലാണ്. എങ്കിലും ഇവർക്ക് ശുക്രദൃഷ്ടി അതുപോലെ തന്നെ ചൊവ്വ ഇതൊക്കെ സങ്കടത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും നല്ലത് നവഗ്രഹ പൂജാകർമ്മങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങളും സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും, ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്നാണ് കാണേണ്ടത്. അങ്ങനെ വരുമ്പോൾ മകരരാശിക്കാരെ കുറിച്ചുകൊണ്ടും സമാധാനപൂർവ്വമാണ്. എങ്കിലും ഈ 7 ശനിയെ അതിജീവിക്കാനായിട്ട് ശനീശ്വര നാമം ചൊല്ലിക്കൊണ്ടും ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ മനസമാധാനത്തിനായിട്ട് ശിവക്ഷേത്രത്തിൽ ഒരു ഇളനീർ ധാര കൂടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കാണേണ്ടത്. പിന്നീട് കുംഭക്കൂറാണ്. ഇതിൽ ഔട്ടത്തിൻ്റെ അരഭാഗം ചതയം പൂരോരട്ടാതി മുക്കാഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വിഷുപര ചിന്തയിൽ ചില ദോഷങ്ങളുണ്ട്. എന്നിരുന്നാലും ഇവർക്ക് ഈ ജന്മശനി കൂടിയാണ്. എങ്കിലും ജന്മശനിയാണെങ്കിലും ഇവരെ സംബന്ധിച്ച് ധന അഭിവൃദ്ധികളുണ്ടാവും, അല്ലെങ്കിൽ കേസു കാര്യങ്ങളിലൊക്കെ ചില സമാധാനങ്ങൾ കിട്ടുന്ന പറയാം. അതുപോലെ തന്നെ വ്യാഴം ഇവർക്ക് 4-ലേക്കാണ് മാറുക. 4-ലേക്ക് മാറുമ്പോൾ വിചാരിച്ച അത്ര വ്യാഴം കൊണ്ട് ഗുണങ്ങളുണ്ടാവില്ല. എങ്കിലും മറ്റുള്ള ഗ്രഹങ്ങൾ, അതായത് ശനിയും വ്യാഴവും പ്രധാന ഗ്രഹങ്ങളാണെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ച് ചില നേട്ടങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ ഒരു ഗ്രഹങ്ങളെ കൊണ്ട് ചില ദോഷങ്ങളുണ്ടെങ്കിലും മറ്റു ചില ഗ്രഹങ്ങളെ കൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടാകുമ്പോൾ സമ്മിശ്രമായിട്ട് തന്നെയാണ് പോകേണ്ടത്. എങ്കിലും ഇവരെ സംബന്ധിച്ച് ഏറ്റവും ദുരിത ദോഷങ്ങൾ വരുത്തുന്നത് ജന്മശനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജന്മശനിക്ക് ഈ നവഗ്രഹത്തിൽ ശനി ദോഷ പരിഹാര പൂജ എന്നൊരു കർമ്മമുണ്ട്. അത് ശനിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ശനിയുടെ ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കാൻ ശനിദോഷ പരിഹാര പൂജ നവഗ്രഹത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശനിയുടെ ദോഷത്തിന് ഒരു പരിധിവരെ സമാധാനം കിട്ടും. അതുപോലെ തന്നെ വ്യാഴം അനുകൂലത്തിലാവാനും വ്യാഴദൃഷ്ടികൾക്കും വ്യാഴാഴ്ച വ്രതങ്ങൾ എടുത്തുകൊണ്ടും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടും കഴിയും വഴിപാടാവുന്നത് പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് ദേവന് സമർപ്പിച്ചുകൊണ്ട് ദേഹപുഷ്പാഞ്ജലി ഈ 2 ക്ഷേത്രത്തിലും കഴിക്കാം. അപ്പോൾ നവഗ്രഹ ക്ഷേത്രത്തിനും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിനും തീർച്ചയായിട്ടും കുംഭൻ രാശിക്കാർക്ക് അസ്ഥിദോഷങ്ങളോ മനസമാധാനം കുറയുന്ന അവസരങ്ങളോ സന്താനങ്ങളെക്കുറിച്ചുകൊണ്ട് ഉൾഭീതികളോ ഒക്കെ ഉണ്ടാവാമെന്നാണ് പറയുക. ഭവനത്തിൽ ചില വാക്കുപോലും ശത്രുദോഷത്തിലോ കലഹത്തിലൊക്കെ വരാമെന്നാണ് പറയുക. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വഴിപാട് ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ചും ഈ മേടമാസത്തെ ഒരു മാസ വരച്ചിന്തയും വിഷുഫലങ്ങളും ഇവർക്ക് മാനസികമായ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഈ വഴിപാട് അവർക്ക് ഉപകാരപ്രദമാവും എന്ന് തന്നെയാണ് കാണേണ്ടത്. മീനം കൂറ് അല്ലെങ്കിൽ മീനൻ രാശി. മീനൻ രാശിയിലെ പൂരോരട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി കൂടി വരുന്ന 2/4 ഭാഗം നക്ഷത്രക്കാർക്ക് ഇത് വിഷുവര ചിന്തയിലും പറയേണ്ടതായിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് ചില നേട്ടങ്ങളുണ്ട്. അന്ത്യകോണിലാണ് വരിക. എങ്കിലും അതിൽ അന്ത്യകോണിൽ വരുന്നതിൽ ഈ പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി കൂടി വരുന്ന ദിനങ്ങളിൽ കൂടി വരുന്ന നക്ഷത്രങ്ങളിലെ ഈ 2 നക്ഷത്രങ്ങൾ, അതായത് പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി, ഇങ്ങനെ 2/4 ഭാഗം വരുന്ന മീനരാശിക്കാരെ സംബന്ധിച്ച് ചില നേട്ടങ്ങളുണ്ട് താനും. അത് വിഷുഫലത്തിലുണ്ട്, അതുപോലെ തന്നെ ഈ മേടമാസ ഫലങ്ങളിലുമുണ്ട്. അപ്പോൾ ഇവർക്ക് അറിയാതെ വരുന്ന ചില നേട്ടങ്ങളും അതുപോലെ തന്നെ പുതിയ തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളുടെ ഉറവിടങ്ങളായിട്ട് ധനനേട്ടങ്ങളും അതുപോലെ തന്നെ വ്യാപാര രംഗത്താണെങ്കിലും വ്യാപാരം കൊണ്ട് അഭിവൃദ്ധി വരുന്നതും ഒക്കെ ഉണ്ടാവാം. എങ്കിലും ഇവർക്ക് ഈ ലഗ്നാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹുവിനെ കൊണ്ട് മനപ്രയാസങ്ങളും ദേഹദോഷങ്ങളും വരാമെന്ന് പറയാം. തൊലിപ്പുറമെ അസുഖങ്ങളോ അതുകൊണ്ട് വരുന്ന ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇവർക്കും ശനി പിറകിലാണ്. അപ്പോൾ 7.5 ശനി തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പ്രയാസങ്ങൾ വരുത്തുന്നത് 2 ഗ്രഹങ്ങളാണ്. ഒന്ന് ശനിയും ഒന്ന് രാഹുവും. മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് ഒരു പരിധി വരെ ഇവർക്ക് നല്ലതാണ്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങൾക്ക്, അതായത് രാഹുവിനെ നാഗക്ഷേത്രത്തിലെ സർപ്പപൂജയോ അല്ലെങ്കിൽ സർപ്പങ്ങൾക്ക് കഴിയും വഴിപാട് കഴിച്ചുകൊണ്ട് നാഗദോഷങ്ങൾക്ക് ഒരു പരിഹാരം കാണാം. അതിൽ വെള്ളരി പൂജയൊക്കെ ചെയ്യാവുന്നതാണ്.
പ്രീതിപ്പെടുന്നത്. അപ്പോൾ നാഗക്ഷേത്രത്തിലെ സർപ്പപൂജ അല്ലെങ്കിൽ വെള്ളരി പൂജ ഒക്കെ ചെയ്തുകൊണ്ട് രാഹുവിനെ ഒന്ന് പ്രീതിപ്പെടുത്തുക. പിന്നീടൊന്ന് ശനി തന്നെയാണ്. ശനിക്ക് ശനീശ്വരന് അല്ലെങ്കിൽ ശാസ്താവിന് നീരാഞ്ജനം, അതുപോലെ തന്നെ ലളിതരി, അത് രണ്ടും ഒന്ന് തന്നെയാണ്. വഴിപാടും അതുപോലെ തന്നെ അട നെയ്വിളക്ക് ശാസ്താവിന് തുളസിമാല സമർപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമ്പോൾ ശനിക്കും ഈ രാഹുവിൻ്റെ 2 ഗ്രഹങ്ങളുടെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മീനക്കൂറിൽ വരുന്ന 2 കാവാക നക്ഷത്രക്കാർക്ക് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളെ കൊണ്ടും അനുകൂല സന്തോഷ സമയത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കുന്നതും അതുപോലെ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന അവസരങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് ഈ 2 ഗ്രഹങ്ങളെ തടസ്സങ്ങൾ തീർക്കാനായിട്ട് ഈ വഴിപാട് കൂടി കഴിക്കുമ്പോൾ എല്ലാം ശുഭഫലത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.